പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഭയവും ആങ്സൈറ്റിയും പ്രഷറുമൊക്കെ പ്രൈസ് ഗോഡ് ജീവിതത്തിൽ നമുക്ക് വിഷയങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ നമ്മെ തട്ടിപ്പറിക്കുന്നവർ, നമ്മെ ഉപദ്രവിക്കാൻ കടന്നു വരുന്നവർ വർദ്ധിച്ചു വരുമ്പോൾ ആ ഫീലിങ്ങിലേക്ക് നാം നടത്തപ്പെടാം. നാം അപ്പോൾ ചെറുതായി തോന്നും, അവരുടെ മുമ്പിൽ നമ്മൾ പവർലെസ് ആയി തോന്നും. പക്ഷേ നാം ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഒറ്റയ്ക്കല്ല, വലിയവനായ സർവശക്തനായ ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന്. ഹി സ്റ്റെപ്സ് ഇൻ വിത്ത് സ്ട്രെങ്ത് വി ഡോണ്ട് ഹാവ്. നമുക്കില്ലാത്ത ശക്തിയുമായിട്ട് അവൻ നമ്മോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം വരും. അവൻ വെല്ലുവിളികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുമെന്നല്ല, പക്ഷേ അവൻ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഐ ആം ഹിയർ, ഐ ആം ബിഗർ ആൻഡ് ഐ ഹാവ് ഗോട്ട് യു. ഒരിക്കലും ഭയം നിന്നെ കീഴടക്കുവാൻ ദൈവത്തിലെ നീ വിട്ടുകൊടുക്കരുത്. നീ യേശുവിന് അടുത്ത ഇരിക്കുന്നത്, അവൻ നിൻ്റെ ബിഗ് ബ്രദറാ. അങ്ങനെ ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ നിന്നെ ഭരിച്ചാട്ടെ. ആ ദൈവത്തോട് നിൻ്റെ ഫീലിങ്സ്, നിൻ്റെ വികാരങ്ങളൊക്കെ നിനക്ക് പങ്കിടാം. കാരണം അവനതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക മാത്രമല്ല, അവൻ നമ്മോട് പറയുന്നതനുസരിപ്പാൻ തക്കവണ്ണം നാം ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം. സ്കേഡായിട്ട് ഇരുന്ന് പോകല്ലേ കേട്ടോ. കർത്താവ് കൂടെയുണ്ട്, ദൈവം ധൈര്യം തരും. എന്നാൽ നമ്മൾ ആങ്ഷ്യസ് ആയിട്ട് തീരുമ്പോൾ അപ്പോഴും ആ സീനിലേക്ക് കടന്നു വരുന്ന വലിയവനായ ദൈവമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മെ പേടിപ്പിക്കാൻ നിൽക്കുന്ന എല്ലാ ചെറിയ ശക്തികളും നമ്മൾ വിട്ട് ഓടിപ്പോവും. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാവ് 29:11. ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ പലപ്പോഴും വറി ചെയ്യുന്ന സംഗതികളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറില്ല. നമ്മൾ ചില വേഴ്സ്റ്റ് കേസ് സിനാരിയോസൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ട് അത് ഒരു സിനിമ പോലെ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ആ ചിന്തകൾ കടന്നു വന്നിട്ട്, ദൈവമക്കളെ കഴിഞ്ഞ കാലത്തേക്കൊന്ന് നോക്കിക്കുക, റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ അതെല്ലാം വ്യത്യസ്തമായി തീർന്നു മാറിയില്ലേ? നമ്മുടെ വറി ഹല്ലേലൂയ നമ്മളെ ക്ഷീണിപ്പിക്കും, നമ്മുടെ സന്തോഷത്തെ അത് കെടുത്തും. നമ്മുടെ ഹൃദയത്തിൽ ഭയം കൊണ്ടുവന്നത് നിറയ്ക്കും. ആ ഭയം എന്തിനെപ്പറ്റി ആയിരിക്കുമെന്നറിയാമോ? സംഭവിക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്. പക്ഷെ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നതുമില്ല. യേശുവിന് ഇതൊക്കെ അറിയാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം, മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 27 ഇങ്ങനെ പറയുന്നു, വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആർക്കെങ്കിലും കഴിയുമോ? വറി ഒരിക്കലും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സമാധാനത്തിൽ നിന്ന് അത് നമ്മുടെ ശ്രദ്ധയെ തിരിക്കത്തേ ഉള്ളൂ, നമ്മെ അത് ഡിസ്ട്രാക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ആ സംഗതിയെ വറി വന്ന് കീഴടക്കുവാനിടയാകരുത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, വേൾഡ് ടീച്ചേഴ്സ് അസ് ടു ബ്രേസ് ഫോർ ദ വേഴ്സ്റ്റ്. പക്ഷെ ദൈവം നമ്മെ ക്ഷണിച്ച് നമുക്ക് പ്രത്യാശ തരുന്നത് എന്തിനാണെന്നറിയാമോ? ഫോർ ദ ബെസ്റ്റ്. ലൈഫ് എപ്പോഴും ഈസിയായി ഇരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ദൈവം നല്ലവനായിട്ട് നമ്മോട് കൂടെ ഇരിക്കും. പല നല്ല പ്രതീക്ഷകളും പല നല്ല കാര്യങ്ങൾ വിശ്വസിച്ചത് പഠിക്കാൻ തക്കവണ്ണവും ഒക്കെ നാം ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെയും ഒരാശ്വാസമായി തീരും.
കാരണം കർത്താവ് തൻ്റെ സാന്നിധ്യം ഒരിക്കലും നമുക്ക് തരാതിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ഗുഡ്നെസ് മനസ്സിലാക്കാൻ ഭയം എന്തിനെക്കുറിച്ചാണെങ്കിലും അത് മറന്നു കളവാൻ തക്കവണ്ണമൊക്കെയുള്ള അവസരം ജീവിതത്തിൽ ലഭിക്കുന്ന നമ്മൾ ഭാഗ്യമുള്ളവരല്ലേ. ദൈവത്തോട് പറ, എൻ്റെ എല്ലാ വറീസും നീ മാറ്റി ഹോപ്പ് കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന്. എന്നിട്ട് ഇപ്പോൾ നീ പിടിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ എക്സ്പെക്റ്റേഷൻ എന്തുവാ, നിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്തുവാ, അത് നീ ഹല്ലേലൂയ എഴുതി വെക്കുക. യു റൈറ്റ് ഇറ്റ് ഡൗൺ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, നിനക്ക് എന്നെപ്പറ്റിയുള്ള എല്ലാ ഗുഡ് പ്ലാൻസിനായിട്ട് ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. പ്രത്യാശ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പക്ഷെ പലപ്പോഴും യേശുപ്പച്ച ഞാൻ ആങ്ഷ്യസ് ആയി പോകുന്നു, പൊറിയടിച്ചു പോകുന്നു. അതിൽ നിന്നെ പുറത്ത് കൊണ്ടുവരുമാറാകണേ. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ലതേ സംഭവിക്കത്തുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്തോത്രം കരയേറ്റുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് തീരും. യെശയ്യാ പ്രവചനം 46 അതിൻ്റെ 4-ാം വാക്യം. ഐസായ 46:4. യെശയ്യാവ് 46:4 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യൻ തന്നെ, നിങ്ങൾ നരിക്കോളം ഞാൻ നിങ്ങളെ ചുമക്കും. ഞാൻ ചെയ്തിരിക്കുന്നു, ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും. എത്ര നല്ല സ്നേഹമുള്ള ദൈവമല്ലേ. ചിലപ്പോൾ ചില സ്ട്രെസ്സും ചില ദുഃഖവും ചില ഭയവും ചില നാണക്കേടുകളൊക്കെ വന്നിട്ട് നമ്മൾ മുങ്ങിപ്പോവാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നാം നീന്താൻ ശ്രമിച്ചു നോക്കും, പക്ഷേ നീങ്ങത്തില്ല. എന്തുകൊണ്ടാണ്? വെയിറ്റ് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ കൈ ഉയർത്തി യേശുവിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഉയരത്തിലേക്ക് നാം കൈ ഉയർത്തി നിലവിളിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവൻ കടന്നു വരും, ദൈവം കടന്നു വരും. നമ്മൾ നല്ലവണ്ണം ഹാർഡായിട്ട് സ്വിം ചെയ്യണമെന്ന് അവൻ നമ്മളോട് ഷൗട്ട് ചെയ്ത് പറയത്തില്ല. അവൻ ഇറങ്ങി വരും, നമ്മെ പിടിക്കും. അവൻ്റെ സ്നേഹത്തോടെ അവൻ നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഇത്ര നല്ലൊരു ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമല്ലേ. സങ്കീർത്തനം 18:16 ഇങ്ങനെ പറയുന്നു: അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നൊരു ദൈവം. ഫ്രം ഡീപ്പ് വാട്ടേഴ്സ് ഹി ഡ്രൂ മീ ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടേഴ്സ്. അങ്ങനെയുള്ളൊരു ദൈവത്തെയല്ലേ നാം സേവിക്കുന്നത്. ഡിമാൻഡിങ് ആയിട്ടും വളരെ സ്വാർത്ഥതയുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ സ്ട്രഗിൾസിൽ അവൻ നമ്മെ കാണുന്നുണ്ട്. അവൻ നമ്മുടെ അടുക്കൽ വരും. നമുക്ക് തന്നെത്താൻ നമ്മെ ഉയർത്താൻ പറ്റാതെ വരുമ്പോൾ അവൻ നമ്മെ ഉയർത്തും. കൃപയാണ് നമ്മളെ കണ്ടത് കേട്ടോ. ഒരിക്കലും ഭയത്തിൽ നാം മുങ്ങി വീണ് താണുപോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ആങ്സൈറ്റിയോ ഡിപ്രഷനോ പിടിച്ച് നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്താമണ്ഡലം എല്ലാം അബ്നോർമലായി തീരുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. വി ആർ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. നാം ഒക്കെ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാ. ഫിസിക്കലി ആണേലും ഇമോഷണലി ആണേലും സ്പിരിച്വലി ആണേലും ദൈവം ഇറങ്ങി വന്ന് നിന്നെ വിടുവിച്ചൊരു സമയം നിനക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞെ? ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തെക്കുറിച്ച് ആ സമയത്ത് നിനക്ക് എന്താ തോന്നിയത്? അവൻ ആർദ്രവാനാന്നല്ലേ? നീ അവനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഇന്നും ഒരു കാര്യം ഞാൻ പറയട്ടെ. നീ എവിടെയെങ്കിലും മുങ്ങിപ്പോകുന്നുണ്ട്, താണു പോകുന്നുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ അവനെ വിളിക്ക്. അവനോട് പറ നിന്നെ ഒന്ന് റെസ്ക്യൂ ചെയ്യാൻ, നിന്നെ ഒന്ന് വിടുവിക്കുവാൻ. അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അതുകൊണ്ട് എല്ലാ ആങ്ഷ്യസ് തോട്ട്സും കുഞ്ഞെ നീ സറണ്ടർ ചെയ്യുക. ഹെൽപ്പ് മീ റെസ്റ്റ് ഇൻ യുവർ സ്ട്രെങ്ത് എന്ന് അവനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മിൽ കൂടെ ദൈവം അനേക വിടുതലുകൾ നൽകി തന്നിട്ടുണ്ട്. നമ്മിൽ അവൻ വിടുതൽ തന്നിട്ടുണ്ട്. ആ ചെറിയ സംഗതികളാണേലും വലിയ സംഗതികളാണേലും
അതൊക്കെ ഒന്ന് റെക്കോർഡായിട്ട് സൂക്ഷിക്കാൻ പറ്റത്തില്ലേ? എപ്പോഴെങ്കിലും ചിന്താകുലങ്ങൾ വന്ന് നീ താണുപോകുമെന്ന് തോന്നുമ്പോൾ, ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ്റെ വിശ്വസ്തത നിന്നോടുണ്ടായിരുന്നത് എങ്ങനെയെന്നുള്ളത് നീ ഒന്ന് വായിക്കുമ്പോൾ അത് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വിശ്വസ്തത വലുതാ. ഞങ്ങൾ താണു പോകുവാൻ, ഞങ്ങൾ വീണു പോകുവാൻ, ഞങ്ങൾ കുഴഞ്ഞു പോകുവാൻ നീ ഇന്ന് വരെ ഞങ്ങളെ സഹായിച്ചില്ല. നീ സഹായിച്ചത് മുഴുവൻ ഞങ്ങൾ ഉയർന്നു വരാനാ. ആ വലിയ സഹായം ഞങ്ങൾ വീണ്ടും ചോദിക്കുക. നീ ഞങ്ങളെ ചോർത്ത് പിടിക്കുമാറാകണം, അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.